പെൺമക്കളെ വിവാഹം കഴിപ്പിച്ചയക്കുമ്പോൾ മാതാപിതാക്കളുടെ ഉള്ളിൽ വലിയ ആശ്വാസമായിരിക്കും. ഇനി അവരെ നോക്കാനും സംരക്ഷിക്കാനും ഒരാളുണ്ടെന്ന തോന്നൽ. എന്നാൽ ഭർത്തൃ വീട്ടിൽ മകൾ ദുരിത ജീവിതമാണ് നയിക്കുന്നതെന്ന് അറിഞ്ഞാലോ, അവിടെ വെച്ചൊരു ദുരന്തം സംഭവിച്ചാലോ? കൊല്ലം ചന്ദനത്തോപ്പ് സ്വദേശിനി വിഭജികയെ ഷാർജയിൽ ജോലിയുള്ള യുവാവുമായി വിവാഹം നടത്തി കൊടുക്കുമ്പോൾ അവളുടെ അച്ഛനും അമ്മയ്ക്കും വലിയ പ്രതീക്ഷയായിരുന്നു. എന്നാൽ വിഭജികയുടെ മരണത്തോടെയാണ് മകളുടെ ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ച് കുടുംബം അറിയുന്നത്. വിഭജികയെയും 1.5 വയസ്സുള്ള കുഞ്ഞിനെയും ഷാർജയിലെ ഫ്ലാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ട് 1 വർഷം പൂർത്തിയാകുന്നു. എന്നാൽ 2 പേരുടെയും മരണത്തിന് കാരണക്കാരായവർ ഇപ്പോഴും സ്വസ്ഥമായി ജീവിക്കുകയാണ്. കേസിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നുവെന്നാണ് കുടുംബത്തിൻ്റെ ആക്ഷേപം. വിഭജികയുടേത് ആത്മഹത്യയാണെന്നും കുഞ്ഞു ശ്വാസം മുട്ടിയാണ് മരിച്ചതെന്നുമായിരുന്നു പ്രാഥമിക കണ്ടെത്തൽ. എന്നാൽ ഭർത്താവിന്റെയും ഭർത്തൃവീട്ടുകാരുടെയും മാനസികവും ശാരീരികവുമായ പീഡനമാണ് ഇരുവരുടെയും മരണത്തിലേക്ക് നയിച്ചതെന്നാണ് വിഭജികയുടെ കുടുംബം ആരോപിക്കുന്നത്. സ്ത്രീധനം കുറഞ്ഞു പോയി. കല്യാണം വലിയ ഹാളിൽ വെച്ച് നടത്തിയില്ല, കാറ് കൊടുത്തില്ല, അങ്ങനെ ഒരു പ്രശ്നം ഒന്ന്. അത് കഴിഞ്ഞിട്ട് ശാരീരിക ഉപദ്രവം, പിന്നെ അവന്റെ പരസ്ത്രീ ബന്ധം എന്റെ മോള് കണ്ടുപിടിച്ച് അതെല്ലാം ചാറ്റിങ്ങിലും എടുത്ത് എല്ലാം ഫേസ്ബുക്ക് വഴി ഇട്ടിട്ടുണ്ട്. ഇവൻ ഏത് തരത്തിലും അതിനെല്ലാം സപ്പോർട്ടായിട്ട് പെങ്ങളും അച്ഛനും പലതരത്തിലും ശാരീരികമായിട്ടും മാനസികമായിട്ടും ഭക്ഷണം കൊടുക്കാതെ വസ്ത്രം കൊടുക്കാതെ ഇട്ട് കഷ്ടപ്പെടുത്തിയ സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം നൽകിയ പരാതിയെ തുടർന്ന് ലോക്കൽ പോലീസ് കേസെടുത്തിരുന്നു. എന്നാൽ സംഭവം വിദേശ രാജ്യത്ത് നടന്നതിനാലാണ് പിന്നീട് അന്വേഷണം സംസ്ഥാന ക്രൈംബ്രാഞ്ചിന് കൈമാറിയത്. ആത്മഹത്യാക്കുറിപ്പടക്കം കേസിൽ നിർണായക തെളിവുകൾ ലഭ്യമായിട്ടും സാങ്കേതിക കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി അന്വേഷണം അനന്തമായി നീളുകയാണെന്ന് വിഭജികയുടെ സഹോദരൻ ശരൺ പറയുന്നു. ഇവിടുന്ന് മുഖാന്തരമുള്ള അന്വേഷണമാണല്ലോ അവിടെ നടക്കുന്നത്. അപ്പോൾ നിലവിൽ ഇതാണ് കേസിന്റെ അവസ്ഥ എന്നുള്ളതാണ്. ഇനി അവിടെ നിന്നുള്ള ആ ഒരു പ്രൊസീജിയറും കാര്യങ്ങളും പൂർത്തിയായി അവിടെ നിന്ന് റിപ്പോർട്ട് കിട്ടുന്ന മുറയ്ക്ക് മാത്രമേ കോടതിയിലേക്ക് എത്തത്തുള്ളൂ. അപ്പോൾ അവിടെ ഉണ്ടാവും കോൺസുലേറ്റ് മുഖാന്തരം അവിടെ അന്വേഷണ ഏജൻസി അന്വേഷിച്ച് റിപ്പോർട്ട് ലഭ്യമാണ്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രം കേസ് കംപ്ലീറ്റ് ചെയ്ത് കോടതിയിലേക്ക് എത്തുമ്പോൾ മാത്രമേ കേസ് ആരംഭിക്കുള്ളൂ. അന്വേഷണം കഴിഞ്ഞ് കേസ് അന്വേഷിച്ചാൽ മാത്രമല്ല നമുക്ക് പ്രതീക്ഷിക്കുന്നത്. അതേസമയം വിദേശത്താണെന്ന് സംഭവമായതിനാൽ അന്വേഷണത്തിന് പ്രായോഗിക വെല്ലുവിളികളുണ്ടെന്നാണ് അന്വേഷണ ഏജൻസികളുടെ വിശദീകരണം. സംസ്ഥാന സർക്കാരിന്റെ സജീവമായ ഇടപെടലുണ്ടായാൽ കേസന്വേഷണം വേഗത്തിലാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് വിഭജികയുടെ കുടുംബം. ന്യൂസ് 18 കൊല്ലം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.